Hey guys, welcome back to my channel. So guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ സ്പീഡോമീറ്ററിൽ നമ്മൾ കിലോമീറ്റർ നോക്കി ഇത്ര കിലോമീറ്റർ ഓടി എന്നും പറഞ്ഞിട്ട് നമ്മൾ ബൈക്ക് മേടിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ ഈ ഡിജിറ്റ്സ് ഈ കിലോമീറ്റർ റീഡിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? പ്ലസ് ഈ ക്രാക്ഡ് സ്പീഡോമീറ്റർ ഗ്ലാസ്, ഇതിപ്പോൾ ഹീറോ ഹോണ്ട, സ്പ്ലെൻഡർ, പാഷനൊക്കെ ഈ സെയിം ടൈപ്പ് സ്പീഡോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇത് പാഷൻ്റെ സ്പീഡോമീറ്ററാണ്. ഇതിൻ്റെ ഗ്ലാസ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസും എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പം ഞാൻ ബൈക്ക് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പീഡോമീറ്റർ ഞാൻ ഇളക്കി എടുത്തായിരുന്നു. സിമ്പിളാണ്, 3 വോൾട്ട് വരും. അത് ഇളകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പീഡോമീറ്റർ ഊരിങ് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇവിടെ 3 നട്ട് വരും. അത് ഇളകി കഴിഞ്ഞാൽ ഈ സ്പീഡോമീറ്റർ കവർ ഊരിങ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡു ഷെയർ ആൻഡ് ലൈക്ക് മൈ വീഡിയോ ഗൈസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മുടെ സ്പീഡോമീറ്റർ ഡയൽ ഈ കൺസോളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് അടിയിൽ ഇവിടെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ വരും. ആ സ്ക്രൂ ഊരിങ് എടുക്കുക. നമുക്കിപ്പം ആ ഡയലിൽ കിലോമീറ്റർ റീഡിങ് മാറ്റണം, അത്രയേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റും എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞുള്ളതാണ്, ഇതാണ് ലൈറ്റിൻ്റെ ബൾബ്. ഈ ബൾബ് ഊരി എടുത്തിട്ട് നിങ്ങൾക്ക് ബൾബ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ സിംപ്ലി സ്പീഡോമീറ്റർ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഫുൾ റീസ്റ്റോറേഷൻ സീരീസ് വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ആ 2 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഡയലിങ് ഊരി വരും. ബാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് 72,792 കിലോമീറ്റർ ഓടിയ ഒരു ബൈക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്തു, റീസ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ കിലോമീറ്ററൊക്കെ തിരിച്ച് 000 ആക്കി റീസെറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ നമ്പേഴ്സ്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുവാണെങ്കിൽ അത് മാത്രം നമുക്ക് കറക്കി ചേഞ്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ കറക്കിയാൽ കറങ്ങത്തില്ല. അതിനൊരു ടെക്നീക്കുണ്ട്, അത് പറഞ്ഞുതരാം. നമുക്കെല്ലാം മാറേണ്ടി വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ 7 നിന്ന് തുടങ്ങാം. അപ്പോൾ 7ൽ 0 ആക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ അറ്റത്തുള്ള ഈ വീലാണ്. അപ്പോൾ 7ൽ നിൽക്കുവാണേ. ഇതിനെ 0 ആക്കണം. അപ്പോൾ ആ 7 ഉള്ള വീല്, അതായത് റൈറ്റ് സൈഡിൽ ഈ വീലിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കണം. ചെറുതായിട്ട് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് പതുക്കെ വീലൊന്ന് കറക്കി വിടണം. ഇപ്പം 8 ആയി, 9 ആയി, 0 ആയി. ഇപ്പം 9 ആയി. ഇനി ഒന്നും കൂടെ കറക്കിയാൽ 0 ആവും. ശ്രദ്ധിച്ചോ, 0 ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ വീലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇത് മാത്രം മാറണമെങ്കിൽ ഇത് മാത്രം ഇവിടെ സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് കയറ്റിയിട്ട് മാറ്റിയാൽ മതി. ഓരോ വീലും ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് വീലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ചെറുതായിട്ട്, ഇപ്പോൾ 2ാമത്തെ വീലിപ്പം 2ൽ കിടക്കുവാണ്. അപ്പോൾ നമുക്കത് മാറ്റണം. അപ്പോൾ ആ വീലിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. 2 0 ആയി. ഇനി അടുത്ത് ഈ 3rd ലാസ്റ്റ് ഡിജിറ്റ് ഇത് മാറണം. അതും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്യാപ്പിൽ ഇറക്കിയിട്ട് ഇതിൻ്റെ ഇവിടെയാണ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളും 0 ആക്കാം. എന്നിട്ട് കാണാം. സോ ഗൈസ്, ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് നമ്മളെല്ലാ വീലും റീസെറ്റ് ചെയ്ത് 000 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലെൻഡർ ഇങ്ങനെ അനലോഗ് ഡിജിറ്റൽ വരുന്ന എല്ലാ മീറ്ററിലും നിങ്ങൾക്ക് മീറ്റർ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം, സൂക്ഷിക്കണം. ഈ വീലിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവറെ കയറ്റാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഹെഡ്, അല്ലെങ്കിൽ ഈ വീൽ പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല, മേടിച്ച് റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. സോ ഇനി നമുക്ക് തിരിച്ചിത് അതിലോട്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
മീറ്ററിൻ്റെ ഗ്ലാസും കൂടെ അങ്ങ് മാറാം. ഏകദേശം അങ്ങനെ നമ്മളത് ഫുൾ 000 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഗ്ലാസ്, സ്പീഡോമീറ്റർ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം. അതായത് ഇതിൻ്റെ പഴയ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ, എല്ലാം പൊട്ടിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ പുതിയ ഗ്ലാസ് ഇടാം. അപ്പം പുതിയ ഗ്ലാസിൻ്റെ വില എന്ന് പറയുന്നത് ഹീറോ ഹോണ്ടയുടെ ജെനുവിൻ പാർട്ടാണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. ഇതാണ് പാർട്ട് നമ്പർ. ഇതിൻ്റെ വില വന്നിട്ട് 175 രൂപയുള്ളൂ. പുതിയ കവർ മാത്രമായിട്ട് കിട്ടും, പുതിയ ഗ്ലാസും കവറും. ഇത് ഹീറോ ഹോണ്ട, ഹീറോ ബൈക്സ് യൂസ് ചെയ്യുന്നവർക്ക് വലിയ ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് നമ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാർട്സ് മേടിച്ച് മാറാൻ പറ്റും. കേസ് അപ്പർ ആസി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് പുതിയ കവർ. ഇനി ഇതിൻ്റെ ബേസ് കവറിൽ ആ മീറ്ററിനെ ഫിക്സ് ചെയ്തിട്ട് പുതിയ കവറുണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടങ്ങ് അടയ്ക്കുക. എത്രയേ ഉള്ളൂ കേസ്. ഭയങ്കര ഈസി ജോബാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. വേറെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്, അതേപോലെ ഈ സൈഡിലൊരു സ്ക്രൂ ഉണ്ട്. പിന്നെ നടുക്ക് ഇവിടെ ഈ 3 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡോമീറ്റർ പുതിയതുപോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഐ ക്യാൻ ഷെയർ മൈ വീഡിയോ ഗൈസ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കാരണം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, കാശൊന്നും കൊടുക്കണ്ടല്ലോ. സോ പുതിയ മീറ്റർ എങ്ങനെയുണ്ട്? നമ്മൾ മീറ്റർ ഒന്നും ചേഞ്ച് ചെയ്തില്ല, ജസ്റ്റ് അതിൻ്റെ കവർ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഈ മുകളിലുള്ള പോർഷൻ മാത്രമേ നമുക്ക് ബൈക്കിൽ വിസിബിളായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ആ പോർഷൻ്റെ കവർ മാറ്റി കഴിയുമ്പം നിങ്ങളെ പഴയ മീറ്റർ വീണ്ടും പുതിയതാവും. സോ ദിസ് മിഥുൻ സെയിങ് ചാവ്. സീ യു ഗൈസ് ഇൻ സം അദർ വീഡിയോ. ബൈ ബൈ.